ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് മൈ ചാനൽ ഹാൻഡ് ക്രാഫ്റ്റ് ആൻഡ് ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ റഹിയ. ഇതേ ലോകത്തിലെ ഏറ്റവും വലിയ അക്വേറിയം, അതാണ് ചാവക്കാടുള്ള അക്വേറിയം. ഇനിയും പോയി കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണുക, ആസ്വദിക്കുക. അവിടെ പോയാൽ പിന്നെ നമുക്ക് പോരാനേ തോന്നില്ല. അത്രയ്ക്കും വലിയ അക്വേറിയമാണ്. അതിലുള്ള ഓരോ ഫിഷും കാര്യങ്ങളെല്ലാം നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് അത്ഭുതമാവും. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഇനിയും ഒന്ന് പോയി കണ്ട് നോക്കുക. അപ്പോൾ നമുക്ക് മനസ്സിലാവും എത്രമാത്രം വലിയ അക്വേറിയമാണ് ഇത് എന്നുള്ളത് കേട്ടോ. ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ അക്വേറിയമാണ്, അതും പബ്ലിക്കായിട്ടുള്ള അക്വേറിയം. ഓക്കെ, നല്ല ഭംഗി, നല്ല ഒരു പ്രത്യേക ഒരു അനുഭൂതിയാണ് അവിടെ ചെന്നാൽ തന്നെ കേട്ടോ. നമ്മളെ മനസ്സും ശരീരവും എല്ലാം ഒന്ന് തണുത്ത് കുളിർക്കും. അപ്പോൾ കണ്ടോ, പലതരം മീനുകളും പല രീതിയിലുള്ള തെരണ്ടികൾ എല്ലാതും ഉണ്ട് കേട്ടോ, കാണാം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഒരു പ്രാവശ്യം പോയതാണ്. ഇത് മോനും മരുമോളും പോയി കണ്ടപ്പോൾ എടുത്തു വന്നതാണ്. നല്ല കാഴ്ച എന്ന് പറഞ്ഞാൽ നല്ല കാഴ്ചയാണ്. നല്ല നല്ല ഡിസൈനുകളും കാര്യങ്ങളും എല്ലാതും ഉണ്ട്. ഓക്കെ, കണ്ടാൽ തന്നെ നമുക്കത് കൊണ്ടുപോരാനേ തോന്നുള്ളൂ. അവിടെ വിൽക്കുന്നുണ്ട് കേട്ടോ ചെറിയ മീനുകളെ. നമുക്ക് അക്വേറിയത്തിൽ ഇടാൻ പറ്റിയ ചെറിയ മീനുകൾ സെയിലും ഉണ്ട്. ഓക്കെ, വാങ്ങിപ്പോരുന്നവർക്ക് വാങ്ങിപ്പോരുകയും ചെയ്യാം. നല്ല കളേഴ്സുള്ള ചെറിയ കുഞ്ഞു മീനുകൾ, നമ്മൾ ചെറിയ വീട്ടിൽ വെക്കുന്ന ചെറിയ അക്വേറിയത്തിലൊക്കെ ഇടാൻ പറ്റിയ ചെറിയ കുഞ്ഞു മീനുകളൊക്കെ ഉണ്ട്. ഒക്കെ വാങ്ങിപ്പോരുന്നവർക്ക് വാങ്ങിപ്പോരുകയും ചെയ്യാം. ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുനടക്കുക എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ് കേട്ടോ. കാരണം ഒരു പൊടി പോലും അതിന്മേൽ എന്താ പറയുക, ഒരു ഉച്ച പോലും അതിന്മേൽ പിടിച്ചിട്ടില്ല. അപ്പോൾ അത് നല്ല നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇതിനുള്ളിൽ കണ്ട ഇരുട്ട് പോലെയാണ് ഇതിനുള്ളിൽ. ഇതൊരു എന്താ പറയുക, ഗുഹ പോലെ ആക്കി വെച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കിയതാണ് സിമെൻറ്റ് കൊണ്ട്. കണ്ടാൽ തോന്നുന്നു നമ്മളൊരു പാറൻ്റെ ഉള്ളിൽ പാറ തുരന്നുണ്ടാക്കിയൊരു സ്ഥലമാണെന്ന് വിചാരിച്ചത്. പക്ഷെ അല്ല, ഇതൊക്കെ സിമെൻറ്റ് കൊണ്ട് കെട്ടിപ്പടുത്തുണ്ടാക്കിയിട്ട് ഡിസൈനാക്കി വെച്ചതാണ്, പാറ പോലെ ആക്കി വെച്ചതാണ് ഇതൊക്കെ. അതായത് അവർക്കൊരു കാട്ടിൽ ജീവിക്കുന്ന ഒരു ഇതിൽ രൂപത്തിലാക്കി ഉണ്ടാക്കി വെച്ചതാണത്. നല്ല രസമാണ് കേട്ടോ. നമുക്ക് ഏതിനടുത്താണ് അധികം കൂടുതൽ സമയം ചിലവഴിക്കേണ്ടതെന്ന് കൺഫ്യൂഷനായിരിക്കും. അത്രക്കും ഒന്നിനൊന്ന് മെച്ചം അങ്ങനെയാണ്. പിന്നെ ഇപ്പം നമുക്ക് അവിടെ കൂടുതൽ സമയം നമുക്ക് നിൽക്കാനും പറ്റില്ലല്ലോ. നല്ല വലിയ വലിയ മീനുകളാണേ. എല്ലാവരും ഒന്ന് പോയി കണ്ടു നോക്കി കേട്ടോ. അല്ല, ഇവിടെയൊക്കെ ക്യൂ നിങ്ങളൊക്കെയാണ് പോകുന്നത്. ഇതൊരു കാറ്. ഇതൊന്നും ഞങ്ങൾ പോയെന്നില്ല കേട്ടോ. ഇതൊക്കെ പുതുതായിട്ട് അവിടെ തുടങ്ങിയതാണ് ഈ ഒരു ഇതാട്ടോ. ഇതൊന്നും ഞങ്ങൾ പോയപ്പോൾ കണ്ടിട്ടില്ല, അന്ന് ഇല്ലതാനും. ഇതൊക്കെ പുതിയതായിട്ട് പിന്നെ അതിൽ ആഡ് ചെയ്ത് ഇതാക്കിയതാണ്. ഒരുപാട് കാര്യങ്ങളന്ന് ഇതൊന്നും ഞങ്ങൾ പോയെന്നില്ല. അങ്ങനെ ഈ സ്ക്യൂബിൻ്റെ ഉള്ളിലല്ലേ മീൻ വളർത്തലൊന്നും അന്നില്ല. ഇപ്പോൾ ഒരുപാടുണ്ടോ. ഇതൊക്കെ ഒരു വീട് പോലെ ആക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഞാനിപ്പോൾ കാണുന്നതാണ്, നിങ്ങളെപ്പോലെ ഞാനും കാണുകയാണ്. ഞങ്ങളും പോകാൻ കരുതി വിചാരിച്ചിട്ടുണ്ട് സ്കൂൾ വെക്കേഷനിൽ. ഒന്നും കൂടി ഒന്ന് പോകണം. നല്ല തെളിഞ്ഞ വെള്ളം. ഫോട്ടോ എടുക്കലാരും വീഡിയോ എടുക്കലാരും ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഏറ്റവും ലാർജസ്റ്റ് അക്വേറിയം തന്നെയാണ് ഇതിനെ പറയുന്നത് കേട്ടോ. ഇന്ത്യയിലെ ഏറ്റവും വലിയ അക്വേറിയം തൃശ്ശൂർ ചാവക്കാടിലാണ്. ചാവക്കാട് അക്വേറിയം എന്നാണ് ഇതിനെ പറയാറ്. അവിടെ അടുത്ത് തന്നെയാണ് ബീച്ചും. അവിടുന്ന് കുറച്ച് പോയാൽ തന്നെയാണ് ബീച്ച്, അധികം ദൂരമില്ല. ബീച്ചിൻ്റെ ഒക്കെ ഏതാണ്ട് അടുത്തായിട്ട് വരും ഈ അക്വേറിയം. അവിടെ ഒരു ദിവസം പോയാൽ അവിടെ പിന്നെ ബോട്ടിലൊക്കെ കയറി ഉല്ലസിച്ച്
കുട്ടികളെയും കൊണ്ട് നല്ല സന്തോഷം ഹാപ്പി ആയിട്ട് പോരാ. എന്താ വേതാളമൊക്കെ ഉണ്ട്. വിക്രമാദിത്യനും വേതാളെന്നൊക്കെ വായിച്ചിട്ടേ ഉള്ളൂ. ജനങ്ങളെ ആകർഷിക്കാൻ എല്ലാതും ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വലിയതാണേ. പിന്നെ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ നമ്മളെ കാലൊക്കെ വൃത്തിയാക്കി തരുന്ന മീനുകളുണ്ടല്ലോ. നല്ല രസമാണത്. കാലിട്ട് കൊടുത്താൽ കുറേ മീനുകൾ വന്നിട്ട് നമ്മളെ കാലുകളൊക്കെ വന്നിട്ട് വൃത്തിയാക്കി തരും. നല്ല രസമാണ്. ആ ഒരു ഫീലിംഗ് ഭയങ്കര രസമാണ് കേട്ടോ. കാലിട്ട് കൊടുത്താൽ മതി, ഒക്കെ വൃത്തിയാക്കി തരും അവർ. കാലൊക്കെ നല്ല അവരിങ്ങനെ ചെറുതായിട്ട് കടിക്കുമ്പോഴൊക്കെ നല്ലൊരു രസമാണ്. കാലിന് ഇക്ലി ഇങ്ങനെ വരും. അത് ഇവിടെ ഇങ്ങനെ ഒരു ഏരിയയിലാണ് അതുള്ളത്. അതാ അവിടെ ഇരിക്കുക കണ്ടില്ലേ ആൾക്കാർ. ഈ ഒരു ഇതിലാണത് ചെയ്യൽ. നല്ല രസമാണ്. ഇവിടെ വലിയ വലിയ സ്രാവുകളൊക്കെ ഉണ്ട്. ഇതിലും വലിയതുണ്ട് കേട്ടോ. നമ്മളെ തലക്ക് മുകളിലൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. അതാ നമ്മളെ തലക്ക് മുകളിൽ കൂടെ ഇങ്ങനെ വലിയ വലിയ മീനുകൾ ഇങ്ങനെ പാസ് ചെയ്ത് പോവും. നല്ല രസമാണ് കാണാൻ. പക്ഷെ നമുക്ക് തൊടാനോ പിടിക്കാനോ ഒന്നും അനുവാദമില്ല. കാരണം തൊട്ട് കഴിഞ്ഞാൽ പിന്നെ ആ ഗ്ലാസ്സിന് അവിടെ ഇത് പാട് വീഴും. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ നോട്ട് അലൗഡാണ് കേട്ടോ. അതിൻ്റെ ആവശ്യമില്ലല്ലോ. നമുക്കിങ്ങനെ കാണണം അല്ലേ. ഇതാണ്ടോ ഇതൊക്കെ ഈ ഇതൊക്കെ ചെയ്യാം നമുക്ക് കേട്ടോ. പക്ഷെ അത് അവർ അനുവദനീയല്ല തോന്നുന്നുണ്ട്. എത്ര കാശ് കൊടുത്താലൊക്കെ പറ്റുന്നുണ്ട്. മീനുകളുടെ ഇടയിൽ കൂടെ ഇങ്ങനെ പോയിട്ട് ചെയ്യാം ഈ ഡ്രസ്സൊക്കെ ഇട്ടിട്ട്. ശരി, ധൈര്യം കൂടി വേണേ. ഈ വലിയ സ്രാവിൻ്റെ ഇടയിൽ കൂടെ വേണം പോവാൻ. എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് അയാൾ അവിടെ നിന്നിട്ട്. ബോളുണ്ടാക്കി വിടണേ. എടാ വീഡിയോ പിടിക്കേണ്ടതെന്ന് കണ്ടപ്പോൾ അയാൾ എന്തൊക്കെയോ കോപ്പറത്തും കാട്ടിക്കുന്നുണ്ട്. പിന്നെ അത് അവിടെ നിന്ന് പോകുന്നതാ തെരണ്ടി. ഇതാണ് തെരണ്ടി. ഞാൻ തെരണ്ടി വലകൊണ്ട് അടിക്കണം എന്ന് കേട്ടില്ലേ, അത് ഈ തെരണ്ടിയാണ്. അപ്പോൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. കുറച്ച് വീഡിയോസ് എടുത്തിട്ടുള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ, ലൈക്ക് ചെയ്യാൻ, കമൻറ്റ് ചെയ്യാനും ഒപ്പം സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ